VS അച്യുതാനന്ദന്റെ മകനെതിരെ മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് VSന്റെ മുൻ PA A സുരേഷ്. മലമ്പുഴയിൽ മകൻ അരുൺകുമാർ മത്സരിക്കാനെത്തിയാൽ തീരുമാനത്തിൽ പുനർചിന്തനം നടത്തുമെന്നും സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസ് ചേരില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ UDF സ്വതന്ത്രമാകാൻ പ്രയാസം ഇല്ലാത്തൊരവസ്ഥയുണ്ടോ ഇപ്പോൾ? അവർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. തീരുമാനിക്കേണ്ടവരാണ്. നമുക്ക് പ്രശ്നമില്ല. ഞാൻ എന്നോട് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്. ഞാൻ അവരോട് പറഞ്ഞതാണ് ഞാൻ കോൺഗ്രസ് ചെയ്യില്ല. അത് വേണ്ട, സുരേഷിന് എന്താണോ താല്പര്യം അതനുസരിച്ച് ഞങ്ങൾ സംവിധാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിച്ചത് ഉന്നത നേതാക്കൾ തന്നെയാണ്. പേര് ഞാനിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പ്രയാസമില്ല പറയാം. അല്ല, ഈ അവസാനം ഒരു സെക്കൻഡ്, അവസാനം 100 തവണ അപ്പീൽ കൊടുത്താലും അയാളെ തിരിച്ചെടുക്കില്ല എന്ന വാചകം അദ്ദേഹം പറഞ്ഞതോടുകൂടി എനിക്കൊരു സ്പേസ് ഇല്ല. ഇനി ഞാൻ വഴിയാധാരമായി. ഞാൻ മഴയത്തും വെയിലത്തും നിൽക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇനി മരിക്കണോ? ഇപ്പോൾ സുരേഷ് കോൺഗ്രസിൽ ചേരുന്നില്ല, UDFന്റെ ഭാഗമായി നിൽക്കുന്നു. ഒരുപക്ഷെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തലത്തിൽ വലിയൊരു പ്രചരണം നടത്താൻ കഴിയും. പക്ഷെ അത് കഴിഞ്ഞാൽ കോൺഗ്രസിൽ ചേരാത്ത സുരേഷിന്റെ ഭാവി എന്തായിരിക്കും? രാഷ്ട്രീയ ഭാവി? ഞാൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലനാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്നോട് സ്നേഹം കൊണ്ടാണ് ഗോകുൽ ചോദിച്ചത്, എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെക്കുറിച്ച് ഉത്കണ്ഠയുള്ള ആളാണ്. പക്ഷേ അതൊരു പോരാട്ടമാണ്. ജയം തോൽവി ഒരു വിഷയമല്ല. ഈ പോരാട്ടത്തിൽ എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുക എന്നുള്ളത് വേറെ സ്പേസ് എനിക്കില്ല. തെരഞ്ഞെടുപ്പ് എന്നത് രാഷ്ട്രീയം പറയാനുള്ള ഒരു വേദിയാണ്. ആ വേദിയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം എവിടെയെങ്കിലും കയറി നിൽക്കണ്ടേ? അപ്പോഴും ഈ മഴയത്തും വെയിലത്തും നിൽക്കുന്നത് അത് എൻ്റെ ഭാവിയെ സംബന്ധിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. സ്വാഭാവികമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണ്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. തർക്കമില്ല. നാളെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ ഈ മലമ്പുഴ പോലുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഈ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണെന്ന് താങ്കളും വിചാരിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ സായിദേ, മലമ്പുഴ എന്നില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയം പറയാനുള്ള വേദിയാണ് തെരഞ്ഞെടുപ്പ്. അല്ലാതെ കേവലം ജയം തോൽവിയോട് വിഷയമല്ല. ധീരമായി തോറ്റാലും രാഷ്ട്രീയം പറയാനുള്ള വേദി തെരഞ്ഞെടുപ്പാണ്. അത് എന്നെ പഠിപ്പിച്ച, എൻ്റെ പാർട്ടി എന്നെ പഠിപ്പിച്ച അങ്ങനെയാണ്. കോളേജിലായാലും തദ്ദേശ ഇലക്ഷനിലായാലും പാർലമെൻറ്റിലേക്കായാലും തോൽക്കുന്ന എന്താ ബീഹാറിൽ ഇടതുപക്ഷം നിൽക്കുന്നത്? എന്തിനാ ഒറീസയിലെ ഇടതുപക്ഷം നിൽക്കുന്നത്? എന്തിനാണ് പിന്നെ ജാർഖണ്ഡിലെ ഇടതുപക്ഷം മത്സരിക്കുന്നത്? രാഷ്ട്രീയം പറയാനാണ്. ഇല്ല, RMP എന്ന് പറഞ്ഞാൽ രമേശ് ചേച്ചി വേണോട്ട് എൻ്റെ സുഹൃത്തുക്കളാണ്. ബന്ധപ്പെട്ടിട്ടില്ല. അവർ നിരന്തരം എന്തെങ്കിലും കാര്യവിശേഷം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഈ VS ഫാക്ടർ നിലനിർത്താൻ വേണ്ടി മലമ്പുഴയിൽ VSന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സ്വതന്ത്രനായി മലമ്പുഴയിലേക്ക് എത്തുമ്പോൾ VSന്റെ മകനെ ആയിരിക്കും ഒരു പക്ഷേ നേരിടേണ്ടി വരിക. അത് ഒരു കുഴയ്ക്കുന്ന ചോദ്യമാണ്. അത് എന്നെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുള്ള ചോദ്യമാണ് ഇപ്പോൾ ഇക്ബാൽ ചോദിച്ച ചോദ്യം. അത് VSന്റെ മകനെതിരെ മത്സരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന്. തീർച്ചയായിട്ടും ഇക്ബാലെ, ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിലൊരു സംഗതി വരുമ്പോൾ എനിക്കൊരു പുനർവിചിന്തനത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമല്ലോ. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.